So hi all, welcome back to Race Education. നിങ്ങളുടെ സ്വന്തം AK ആണ്. So you already hear about the song അല്ല ഒരു poem. ഏതാണ്? Twinkle twinkle little star, how I wonder what you are. കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് stars are twinkle. അവരിങ്ങനെ മിന്നി തിളങ്ങും. അടിപൊളിയാണ് കാണാൻ അല്ലേ? നമ്മൾ പലപ്പോഴും if you look at the sky, stars ഇങ്ങനെ മിന്നി കളിച്ചുകൊണ്ടിരിക്കും. But why don't the planets twinkle? എന്തുകൊണ്ടാണ് പ്ലാനറ്റ് ട്വിങ്കിൾ ചെയ്യാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ അത്? അല്ലേ? ആയിരിക്കും അല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യാത്തത്? അതേ സമയത്ത് സ്റ്റാർസ് എന്താണ് ട്വിങ്കിൾ ചെയ്യുക? If you want to aware about these topics, we must aware about why the stars twinkle. എന്തുകൊണ്ടാണ് സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് പ്ലാനറ്റ് ട്വിങ്കിൾ ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഈ സ്റ്റാർ എന്തുകൊണ്ടാണ് ട്വിങ്കിൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. So we already know that the star is very very far away from us, and we have to say that the atmosphere of our earth is divided into so many layers with respect to temperature and air density, etc. Right? അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. So we have to say is that when a light ray is entering from one medium to another, if there is a change in density, what happen? A bending is take place. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആ ലൈറ്റ് റേക്ക് ഒരു ബെൻഡിങ് ഉണ്ടാവും അല്ലേ? നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇതെന്താണ്? വാക്വം സ്പേസ് ആയിരിക്കും. മസ്റ്റ് അല്ലേ? വാക്വം സ്പേസ് ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പം എയർ ഡെൻസിറ്റി ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തേക്ക് തേർഡ് മീഡിയത്തേക്ക് കടക്കുന്ന സമയത്ത് എയർ ഡെൻസിറ്റി കൂടി വരും. സോ ഇതാണ് ഹയർ ഡെൻസർ ആയിട്ടുള്ള മീഡിയം. ഇവിടെ എന്താണ്? ഡെൻസിറ്റി കുറവായിരിക്കും. ഇവിടെ വളരെ ഡെൻസിറ്റി കുറവായിരിക്കും. ഇത് വാക്വം ആണ്. ശരിയല്ലടാ? സോ എങ്ങനെ ലൈറ്റ് റേ വരുമെന്ന് കാണിച്ചു തരാം. ദ ലൈറ്റ് റേ വിൽ ബി ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ സ്റ്റാർ. ദെൻ വാട്ട് ഹാപ്പൻ? The light ray is entering from one medium to another. It is the actual ray path. ഇതാണ് actual ray path. എങ്ങനെ പോവില്ല? When we draw the normal, it bend towards the normal. So ഇങ്ങനെ ബെൻഡ് ചെയ്ത് അവസാനം നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മളിവിടെ നിൽക്കാൻ വിചാരിക്കും ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു ലൈറ്റ് റേ ഇങ്ങനെ ബെൻഡ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുന്നു അല്ലേ? ശരിയല്ലേ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ്. സോ വി സീ ദ സ്റ്റാർ ഹിയർ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എവിടെ സ്റ്റാറിനെ കാണുക? ഇവിടെയാണ് സ്റ്റാറിനെ കാണുക. സോ ദീസ് പൊസിഷൻ ഈസ് ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റാർ. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ദ സ്റ്റാർ ഈസ് വെരി വെരി ഫാർ അവേ ഫ്രം അസ്. സോ ദ ലൈറ്റ് റേ കമ്മിങ് ഫ്രം ദ സ്റ്റാർ ഈസ് കൺസിഡർ ആസ് എ സിംഗിൾ ലൈറ്റ് റേ. ഒറ്റ ലൈറ്റ് റേ പോലെ നമ്മൾ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ പറയാൻ പോകുന്നത് ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റാർ ഈസ് നോട്ട് സ്റ്റേഷനറി ആസ് ദ പാത്ത് ഓഫ് റേസ് ഓഫ് ലൈറ്റ് ഗോസ് ഓൺ വെരിങ് സ്ലൈഡ്ലി. അതിങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറ്റം ഉണ്ടാകുന്നുണ്ട്. സോ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റാർ ഫ്ലക്ച്വേറ്റ്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് സ്റ്റാർ ലൈറ്റ് എൻ്റർ ഇൻ ദ ഐ ഫ്ലിക്കേഴ്സ്. കൂടാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. സോ ദ സ്റ്റാർ സംടൈംസ് അപ്പിയർ ബ്രൈറ്റർ ആൻഡ് അറ്റ് സം ടൈം ഓഫ് ദ ടൈം ഫെയിൻറ്റർ. അതിങ്ങനെ മിന്നി തിളങ്ങും പോലെ ഫീൽ ചെയ്യും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയണം, ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം. സ്റ്റാർ ആക്ട് ആസ് എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് because of why it is very far away from us. When the starlight entering at atmosphere, it undergoes refraction continuously due to changing refractive index, okay, from rarer to denser medium. It bends towards the normal. Due to this, the apparent position of the star is different from actual position. The star appears higher than its actual position. കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും. ആൻഡ് വൺ മോർ തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ഈസ് നോട്ട് സ്റ്റേഷനറി. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാവോ? സോ വി ഓൾറെഡി നോ ദാറ്റ് ദ എർത്ത് ഈസ് ഓൾവേസ് റിവോൾവിംഗ് അറൗണ്ട് അവർ സൺ വിത്ത് എ സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ സൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പം ഒരു സിംഗിൾ ലൈറ്റ് റേ വരിക, ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് അവർ പൊസിഷൻ ഈസ് ചേഞ്ചസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒറ്റ ലൈറ്റ് റേ വരുന്നുള്ളൂ, നമ്മുടെ കണ്ണിൽ നിന്ന് ആ ലൈറ്റ് റേ അങ്ങ് പോകും. കാരണം ആ ലൈറ്റ് റേ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങോട്ട് മൂവ് ചെയ്തു, അപ്പോൾ നമ്മൾ കണ്ടു പിന്നെ കണ്ടില്ല, അങ്ങനെയായിട്ട് മാറും. ക്ലിയർ? So the amount of light entering our eyes fluctuates sometimes and bright and sometimes dim. ക്ലിയർ ആണോടാ? ഒരു സിംഗിൾ ലൈറ്റ് റേ വരുമ്പോൾ നമ്മളിങ്ങനെ മൂവിങ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ വന്ന് വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല ഇവിടെ വരുന്നത്, നമ്മുടെ പ്ലാനറ്റിൽ വരിക.
അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞു, സംഭവം വളരെ സിമ്പിളാണ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക കേട്ടോ. സോ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ദ പ്ലാനറ്റ്സ് ആർ നിയർ ബൈ ടു അസ് but the star is very far away from us. So that is why the light ray or the light ഒരിക്കലും ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യല്ല കേട്ടോ, റിഫ്ലക്റ്റിംഗ് ലൈറ്റ് റേ ആണ് അല്ലേ. സണ്ണിൽ തന്നെയാണ് പ്രധാനമായിട്ടും ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് സൺലൈറ്റ് എത്തുന്നത്. അതാണ് നമ്മൾ പ്ലാനറ്റ് കാണാനുള്ള റീസൺ ആയിട്ട് മാറുന്നതും. ഓക്കെ, സോ മനസ്സിലാക്കിക്കോളൂ. പ്ലാനറ്റ്സ് ആർ വെരി മച്ച് ക്ലോസർ ടു ദ എർത്ത് ബട്ട് ദ സ്റ്റാർ ആർ വെരി വെരി ഫാർ അവേ ഫ്രം അസ്. കമ്പയർ ടു സ്റ്റാർ, the planets are nearby. That is why we consider a planet as a collection of large number of point-sized sources of light. സ്റ്റാർ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഒരു സിംഗിൾ ലൈറ്റ് സോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുക, ഒറ്റ ലൈറ്റ് റേ വരുള്ളൂ. പക്ഷെ പ്ലാനറ്റ് അങ്ങനെയല്ല, ഇവിടുന്ന് ഒരു സിംഗിൾ ലൈറ്റ് റേ എത്തുന്നുള്ളൂ എങ്കിൽ ഇവിടുന്ന് നമ്പർ ഓഫ് ലൈറ്റ് റേസ് വിൽ ബി റിച്ചസ്. ഓക്കെ, സോ വി ഹാവ് ടു സേ that the total variation in the amount of light entering our eye from all the individual point-sized sources will average out to 0. അതായത് നമ്മളിങ്ങനെ പുഷ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 10,000 ലൈറ്റ് ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടത്തേക്ക് ആ ഒരു ഫെയിൻറ്റ് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ചേഞ്ചിങ് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള ലൈറ്റേഴ്സ് എന്ത് ചെയ്യും, ആവറേജ് ഔട്ട് ടു ബി നള്ളിഫൈ ദ എഫക്റ്റ് എന്നാണ്. അതായത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യപ്പെടും. ഒറ്റ ലൈറ്റ് റേ ആണെങ്കിലോ കാണുന്നു, നമ്മൾ നീങ്ങുന്നു, കാണാണ്ടാവുന്നു. ഇതിങ്ങനെയല്ല, നമ്പർ ഓഫ് ലൈറ്റ് റേസ് ആർ കമ്മിങ് ഫ്രം ദ പ്ലാനറ്റ്സ്. അപ്പോൾ നമ്മൾ കാണുന്നു, ഇങ്ങോട്ട് നീങ്ങിയാലും ഇവിടെ ഉള്ള കാണും, ഇങ്ങോട്ട് ഇങ്ങനെ കാണും. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ദ പോയിന്റ് സൈസ് സോഴ്സ് വിൽ ബി ആവറേജ് ഔട്ട് ടു 0, thereby nullify the tingling effect. ദിസ് ഈസ് ദ റീസൺ. അതുകൊണ്ടാണ് നമ്മൾ പ്ലാനറ്റിനെ ടിങ്കിൾ ചെയ്താൽ കാണുന്നത്, ബട്ട് സ്റ്റാർസ് നമ്മൾ ടിങ്കിൾ ചെയ്ത് കാണുന്നതുകൊണ്ടാണ്. സോ ഈ ഒരു ചോദ്യം എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഫ്രണ്ട്സിന് ഇത് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോർവേഡ് അല്ല, എന്താ പറയുക, അത് തന്നെ അങ്ങനെ ചെയ്തു. സോ സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.